എന്തെന്നാടോ രാവിലെ തന്നെ തൊപ്പിയും വെച്ച് കുറെ അവന്മാരെ ഹെൽമെറ്റ് പിടിക്കാൻ പറഞ്ഞയച്ചിണ്ടല്ലോ. പത്രത്തിൽ വായിച്ച് ഉളുപ്പുണ്ടോ പാവങ്ങളെ ചവിട്ടിങ്ങനെ നടുവൊടിക്കാൻ? അത് സാർ, കൊലപാതകികളെയും പീഡനക്കാരെയും അഴിമതിക്കാരെയും പെരുങ്കള്ളന്മാരെയും പിടിക്കാൻ കഴിയാത്ത പോലീസിന്റെ ഷണ്ടത്വമാണ് ഈ ഹെൽമെറ്റ് വേട്ട. സോറി സാർ. ഇനി മേലാൽ ഇങ്ങനെ കാണരുത് കേട്ടാ സാർ. ഒന്നവിടെ നിന്നേ. മോനി സാറാണേ, ഒരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിൽ വന്ന് പറയണം. എനക്ക് കുറച്ച് പണിയുണ്ട്. ആ പണി എനിക്കിട്ടുള്ള പണി ആവരുതെന്ന് പറയാനാ വിളിച്ചത്. എൻ്റെ പേരുള്ള പഴയ കേസുകളൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. ഗവൺമെന്റിനങ്ങനെ ആരോടും പ്രത്യേകിച്ച് താല്പര്യവുമില്ല, വിരോധവുമില്ല. പിന്നെ നിങ്ങളുടെ കേസ് കെട്ട് അതൊക്കെ അതതിൻ്റെ സമയത്ത് കൃത്യമായ അന്വേഷണം വന്നിരിക്കും. പാറ തിന്ന് വളർന്ന തേക്കിൽ കോടാലി വെച്ച തീ പാറും. ഇമാതിരി ഡയലോഗൊന്നും ഇപ്പൊ സിനിമയെ പോലും ഇല്ലല്ലോട്. തീയെ ചാമ്പലാകണോ കോടാലിക്ക് തീരണോന്ന് സ്വയം തീരുമാനിച്ചാ മതി. എങ്ങനെ തീർന്നാലും മോനിച്ചനി ഗവൺമെന്റിന്റെ പുറത്തേ വീഴൂ. നിങ്ങളുടെ പാർട്ടിയിലെ കോഞ്ഞാണന്മാരുടെ അടുത്ത് കാണിച്ചാൽ മതി ഈ ധാർഷ്ട്യം. എന്നോട് വേണ്ട. ആ സെവൻസിന്റെ കളി എന്നോടെടുത്താലേ മോനി സാർ അങ്ങ് വീശും. കൊടുങ്കാറ്റിന് വിഴുതെറിയാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ ചാറ്റൽ മഴക്ക്. ഇനിയൊന്ന് വീശി നോക്ക്, അപ്പൊ അറിയാല ഇളങ്കാറ്റാന്നോ പേമാരിയാന്നോ. പിന്നെ ഈ സെവൻസിന് പോകുമ്പോ ഞങ്ങൾ അനൗൺസ്മെന്റ് നടത്താറില്ല. ആളില്ലാത്ത പോസ്റ്റില് ഗോളു അടിക്കാറില്ല. ശരി. ഓ അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു ദിവസത്തേക്കുള്ള ആയില്ലടാ. സഖാവ് ദാക്ഷായണി, ആ ഏടിയാ നീ? കാണാനേ ഇല്ലല്ല. എന്തെന്നായത്? അല്ലേലും വെറുതെ ഇരിക്കുന്ന ശീലമില്ലാല. അല്ല, ഈ തൊണ്ടിയെല്ലാം നീ മറന്നാ? കേരളത്തിലെ വയസ്സന്മാരെല്ലാം നോക്കാൻ നേരത്ത് സ്വന്തം അമ്മേനെല്ലാം മറന്നു. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയേക്കാം. ആ അങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ടു പോയാലാ? നീ അവിടെ ഇരി. ഞമ്മക്കൊരു വിറ്റ് പറയാൻ പോലെ ഈ രാജ്യത്ത് പറ്റൂലോ. അല്ലേലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു തമാശ പറഞ്ഞതാണപ്പാ. അപ്പോ ഈ തമാശയൊക്കെ പറയാൻ തുടങ്ങിയാ? ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുള്ളു. തമാശ പറയണം, ചിരിക്കണം, വല്ലാത്ത പണിയാന്നപ്പാ. ശരി ശരി. പിന്നെന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആനന്ദിനെ കണ്ടിട്ട് എന്നെ കൊറേ ആയി. ആരതി മോളും എന്റെ ഓളും കൂടി കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോ കണ്ടിനു. അനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. കാണണമെന്നെല്ലാം തോന്നാറുണ്ട്. എന്നെ എനക്ക് നേരമില്ലാത്തോണ്ട് കാണുന്ന അമ്മമാരെല്ലാം സ്വന്തം അമ്മയാന്നങ്ങ് വിചാരിക്കും. പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അല്ല, നിന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഭരിക്കാനൊക്കെ നിനക്കറിയോ? പഠിച്ചു വരുന്നു. നിങ്ങളെ മോനല്ലേ, ഭരണം കൊള്ളാണ്ടായ നിങ്ങൾക്കല്ല ഇതിന്റെ മോശം. ആ ഞാനൊരു TV കൊണ്ടുവന്നിട്ടാ. അത് തുറന്നു വെച്ചാ എപ്പാണെങ്കിലും ഏടെയാണെങ്കിലും എന്നെ കാണാല്ല. നീ കിടന്ന് വെള്ളം കുടിക്കുന്നത് കാണാനല്ലേ? അത് വേണ്ട, നീ തന്നെ അതങ്ങ് കൊണ്ടേക്കോ. എനിക്ക് ഇവിടെ നിറച്ച് പണിയുണ്ട്. പിന്നെ നിന്നെ കാണാൻ അമ്മയ്ക്ക് TV ഒന്നും വേണ്ട. ഇവിടെ ഉണ്ട് എപ്പോഴും. CM, എല്ലാ മന്ത്രിമാർക്കും പറയാനുള്ളത് കുറെ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലെ ജനങ്ങളെ മണ്ടന്മാരാക്കുക എന്നതിലുപരി ഇവിടെ ഒന്നും നടക്കാറുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? കേരളത്തെക്കുറിച്ച് താങ്കൾക്ക് ഒരു വിഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. എങ്കിൽ അത് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? ഇനിയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വിലയിരുത്താമല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ പോലെ കുറെ പാടുകൾ ഉണ്ടാക്കി പോകാനല്ല ഞങ്ങളുടെ പരിപാടി. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്ന അസറ്റുകളുടെ പരമാവധി ഉപയോഗമുണ്ടാക്കാൻ അസറ്റ് യൂട്ടിലൈസേഷൻ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് അപേക്ഷ എഴുതി നൽകണം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരോ വാക്കാലുള്ള മറുപടി മാത്രമാണ് നൽകുന്നത്. ഇനി അത് പറ്റില്ല. അവരും എഴുതി തന്നെ നൽകണം. എങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് കാര്യപ്രാപ്തി ഉണ്ടാകൂ. ഗവൺമെന്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇരവേട്ടക്കാരനാകുന്ന നയമുണ്ടാകരുത്.
ജനപ്രതിനിധികളുടെ സ്വകാര്യ ആശുപത്രി ചെലവ് ഇനി മുതൽ സർക്കാർ വഹിക്കില്ല. അതിനവര് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കണം. അതുമല്ലെങ്കിൽ സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. 114 സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ വെട്ടിച്ചുരുക്കി 70 എണ്ണമാക്കി മാറ്റും. കർഷകരെ അർദ്ധ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കും. സർക്കാർ പെൻഷൻ പരമാവധി 30,000-ആയി പരിമിതപ്പെടുത്തും. പരമാവധി ശമ്പളം 50,000-ആയി പരിമിതപ്പെടുത്തും. സർക്കാർ ജീവനക്കാർക്ക് 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശമ്പള വർധനവിന്റെ കൂടെ ടെസ്റ്റ് നിർബന്ധമാക്കും. വിജയിച്ചില്ലെങ്കിൽ തരം താഴ്ത്തും. 20% വെയിറ്റേജ് പബ്ലിക് ഒപ്പീനിയന് നൽകും. മന്ത്രിമാർക്ക് ആഴ്ചയിൽ ഒരു പൊതുപരിപാടി മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ഹാജര് നിർബന്ധമാക്കും. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒരു വിഷൻ ഇല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇത് രാഷ്ട്രീയ മുതലാളിമാര് പറയുന്നത് പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അടുത്ത മാസം നീ പറഞ്ഞതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഇനി മറ്റെന്തെങ്കിലും? പറയുന്നത് ചെയ്യുന്നതാ CM. നമുക്ക് പണിയാവും, ഉറപ്പാ. അത് ശരിയാ. ഓരോന്നുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വാ. ഒരു ഫയലും അനങ്ങത്തില്ല. നോക്കിക്കോ. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളുമല്ല, ആണോ? ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണെന്നാണോ നിങ്ങൾ കരുതിയത്? നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ രസമൊക്കെ തോന്നും. നമുക്ക് അങ്ങനെ വെറും വാഗ്ദാനങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയാത്തത്. യുവാക്കൾ ആവേശത്തിലാണ്. ഇതൊക്കെ ആദ്യത്തെ ആവേശമല്ലേ? ഒരു സെക്കൻഡ്. ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നേന്നോ? ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കൂടും. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആവേശം. അത് മാറിക്കൊള്ളും. എന്റെ മുകേഷ്, ഇതൊക്കെ ആദ്യത്തെ ആവേശമല്ലേ? ഒന്ന് ആ കസേരയിൽ ഇരിക്കുമ്പോഴറിയാം അതിന്റെ പൊള്ളൽ എന്താണെന്ന്. ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടതാണ്. ജനങ്ങൾക്ക് ഇത്തവണ ഒരു തെറ്റ് പറ്റിയെന്ന് വൈകാതെ അവർ മനസ്സിലാക്കിക്കോളും. ഇനി നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അടുത്ത തവണ ഞങ്ങൾ തന്നെ ഭരിക്കും. അത്യാവശ്യം. നമസ്കാരം. തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഇല്ല. മന്ത്രിയായിട്ടും ഈ സെറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കിയിട്ടും എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. എന്നെ ആളുകൾ ബഹുമാനിക്കാൻ എന്ത് ചെയ്യണം? സത്യം പറയാലോ, ഒരു അഴിമതി കാണിക്കാൻ പോലും കഴിവുള്ള ഒരാളായിട്ട് ജനങ്ങൾ എന്നെ കാണുന്നില്ല. തേക്കിൻകാട് മൈതാനം പോലെ, ഉപ്പില്ലാത്ത ഉപ്പുമാവ് പോലെ, നെയ്യില്ലാത്ത നെയ്ച്ചോറ് പോലെ അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഓഹോ, അത്രേ ഉള്ളൂ കാര്യം. ബഹുമാനം കിട്ടണം. അതിന് പറ്റിയ ഒരാൾ നമ്മുടെ കയ്യിലുണ്ട്, സുരേന്ദ്രൻ. അവനെയും ടീമിനെയും വിളിക്കണം. പിന്നെ ആദ്യം ഈ കൂതറ ഗ്ലാസ് കളഞ്ഞ് നല്ല ഒരു കണ്ണട വെക്കണം. പിന്നെ ബുദ്ധിജീവാൻ ജുബ്ബ ആണോ? ജുബ്ബ മസ്റ്റ്. അത് ശരി. നെക്സ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ വരും. അവൻ ക്ലിക്ക് 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 ഇടതെന്നും വലതെന്നും പുറകുന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് നിരന്തരമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും മാനമുട്ടെ ഫ്ലക്സ് വെക്കണം. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം ഫോട്ടോ. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുള്ളേ. അതിന്റെ ഫോട്ടോ ഇടുന്നത് മോശമല്ലേ? ഓ, കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ആ ഫോട്ടോ ഇടില്ല. പക്ഷേ ലാളിത്യം കാണിക്കാൻ ഇടയ്ക്ക് തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കണം. അപ്പോ ആ ഫോട്ടോ എടുത്ത് എന്തൊരു വിനയം, എന്തൊരു ലാളിത്യം തുടങ്ങിയ അടിക്കുറിപ്പുകളോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ യാത്രയെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി വല്ലവന്റെ അടുക്കളയിൽ കയറി കണ്ണിക്കണ്ടതെല്ലാം കൈയിട്ട് വാരി തിന്നണം. ഓഹോ, അതൊക്കെ ഞാൻ ചെയ്യുന്നതാ. പക്ഷെ പിടിച്ചാൽ തല്ല് കിട്ടും. അത് അന്തക്കാലം. ഇപ്പോൾ മന്ത്രി ജനങ്ങളുടെ സ്വന്തം ആളാണെന്ന് കാണിക്കാനുള്ള ട്രിക്കാണത്. പിന്നെ മാങ്ങ എറിഞ്ഞിട്ട് ഓടിപ്പോയി എടുത്ത് കടിച്ചു തിന്നണം. മാങ്ങ എറിഞ്ഞിടുന്നത് വഴി മന്ത്രിയുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ നിഷ്കളങ്കമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഓഹോ, റോഡിലൂടെ പോകുമ്പോൾ ചപ്പും ചവറുമെല്ലാം മാറി വേസ്റ്റ് ബാസ്ക്കറ്റിലിടണം. ഇതൊന്നും കൂടാതെ സുരേന്ദ്രനും പിള്ളേരും ഏതെങ്കിലും വിഷയത്തിൽ ഹോണററി ഡോക്ടറേറ്റ് വാങ്ങിത്തരും. അതിനുശേഷം എല്ലാവരും ഡോക്ടർ ശിവദാസൻ, ഡോക്ടർ ശിവദാസൻ എന്നേ വിളിക്കൂ. ഞാൻ 5 വരെ പഠിച്ചിട്ടുള്ളൂ. ഓ, ഡോക്ടറേറ്റ് കിട്ടാൻ പള്ളിക്കൂടത്തിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ സുരേന്ദ്രൻ അങ്ങയുടെ പേരിൽ പുസ്തകങ്ങൾ എഴുതും, അവാർഡുകൾ വാങ്ങിത്തരും. കടിച്ചാ പൊട്ടാത്ത ഭാഷയിൽ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതും. പിന്നെ ആർക്കും വേണ്ടാത്ത പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്നത് കൊണ്ട് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ കവി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. ആര്, ഞാനോ? ഓഫ് കോഴ്സ്. ഓക്കേ, താങ്ക് യു. സുരേന്ദ്രനെ എവിടെയെങ്കിലും ഒന്ന് നിയമിക്കണം. ഏതിന്റെ പേരിൽ ഓ, നിയമിക്കും?
തിരയെണ്ണുന്നതിന് വരെ ബോർഡും കോർപ്പറേഷനുള്ള ഈ നാട്ടിൽ ഒരു നിയമനത്തിനാണോ പ്രശ്നം? അക്കാര്യം എനിക്ക് വിട്ടേക്ക്. കല്യാണ വീടുകളിലും മരണ വീടുകളിലും കയറി ഇറങ്ങണം. മരണ വീടുകളിൽ ശോകമാണ്, കല്യാണ വീടുകളിൽ ആഹ്ലാദം. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ 10 മരണ വീടുകളും 10 കല്യാണ വീടുകളുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ചിരിക്കുക, കരയുക, ചിരിക്കുക, കരയുക. എനിക്ക് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ്. അതിനെതിരെ അമാന്തിക്കണം. ഞാനില്ലേ, ഉദാഹരണത്തിന് ബ്ലഡിൽ യൂറിനില്ല, യൂറിനിൽ മൂത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് റഷ്യ, അമേരിക്ക, കാനഡ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ പുണ്യ രാജ്യങ്ങൾ സന്ദർശിച്ചുകൂടെ? ഉസ്ബെക്കിസ്ഥാനോ? അതെവിടെ? അത് ഓസ്ട്രേലിയ. ഓ, അത് പിന്നെ ശരി. കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാം. 150 ദിവസത്തിനെങ്കിലും പുറത്താണെങ്കിൽ NRI മന്ത്രി എന്ന പേരും നേടാം. നോക്കൂ, ഒരു കാര്യങ്ങളിലും നിലപാടെടുക്കരുത്. ആദ്യ വർഷങ്ങളിൽ പഴി കഴിഞ്ഞ സർക്കാരിനെ ചാരണം, പിന്നീടുള്ള വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ചാരിക്കോ പഴി. ഈ അഴിമതിയൊക്കെ എങ്ങനെയാ? ക്യാഷ് വിദേശത്തെ വാങ്ങിക്കാവൂ. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ പേരിൽ വാങ്ങിക്കോ. ഒരു ബോട്ട് വാങ്ങിയിട്ടേക്കണം, വരുമാനം അതിൽ നിന്നാണെന്ന് പറയണം. പിന്നെ കടലിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ബില്ല് കൊടുക്കില്ലല്ലോ. ബക്കറേ, താൻ ആള് പുലിയാണ് കേട്ടാ. ഇത്രയും ഫ്രോഡായിട്ട് ചിന്തിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് മാത്രമേ പറ്റുള്ളൂ. താങ്ക് യു. ഞാനൊക്കെ എത്ര ശ്രമിച്ചാലും നടക്കില്ല. പക്ഷേ സാറിൽ എന്നേക്കാൾ വലിയൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട്. ഓഹോ, ആഹാ. എന്റെ ബക്കറെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം. അത് ഞാൻ ഏറ്റൂന്നേ. ദേ കുറെ പേർ കാണാൻ വന്നിരിക്കുന്നു. ഇവറ്റകൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അയ്യോ, കാണാതെ പറ്റില്ല. ഓ, വിളിക്ക്.